ഈ പള്ളികളുടെ താഴെ അമ്പലം തിരഞ്ഞുകൊണ്ട് പുതിയ ഹിന്ദു നേതാക്കൾ ഉണ്ടാവണ്ട എന്നാണ് സർസംഘചാലക് പറഞ്ഞത്. വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു. അദ്ദേഹം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് കാണാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓർഗനൈസർ മോഹൻജി ഭാഗവത് പറഞ്ഞതിന് വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരാശയക്കുഴപ്പം പൊതുവിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിരീക്ഷിക്കുന്ന കൂടെ നടക്കുന്ന ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അത് താമസിയാതെ അത് വിശദീകരിക്കപ്പെടും. അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. മോഹൻജി പറഞ്ഞതിന് ശേഷം ഓർഗനൈസറിൽ എഡിറ്റോറിയൽ വന്നു. ബട്ട് മോഹൻജി പറയുന്നതിന് മുമ്പ് ആ എഡിറ്റോറിയൽ എഴുതി പ്രസ്സിൽ പോയിരുന്നു. അതിനുശേഷമാണ് ഈ ലക്കം ഇറങ്ങിയത്. അത് അച്ചടിച്ച് ന്യൂസ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞിരുന്നു. അപ്പോൾ സീക്വൻസ് നോക്കിയാൽ 17-ന് ഇദ്ദേഹം പ്രസംഗിക്കുന്നു, 23-ന് അതിൻ്റെ വീക്കിലി ഇറങ്ങുന്നു. പക്ഷേ 23-ന് ഇറങ്ങുന്ന വീക്കിലി 17-ന് മുമ്പ് തന്നെ എഡിറ്റോറിയൽ മറ്റ് ലേഖനങ്ങൾ അത് വന്നില്ല, ഇത് ഇവിടെ പ്ലേസ് ചെയ്യുന്നൊക്കെ അറിയാമല്ലോ, ഒരു വീക്കിലി ഇറക്കുന്ന തത്രപ്പാട്. അപ്പം അതിനിടയ്ക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് ഇത് വിരുദ്ധമാണെന്നൊരു തോന്നലുണ്ടായത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അത് വിരുദ്ധമല്ല. മോഹൻജി പറഞ്ഞത് എന്താ, ഈ ഹർ ഏക് ദിൻ നയാ പ്രകरण लेके जाना उससे कोई हिंदू नेता बन जाएगा ऐसा सोचना, ये कैसा चलेगा, ये नहीं चलेगा. ദിവസവും ദിവസവും ഹർജിയായിട്ട് ഓടുന്നു. ഫലത്തിൽ സംഭവിച്ചത് എന്താ, സുപ്രീം കോടതി എല്ലാം കൂടെ സ്റ്റേ ചെയ്തു അല്ലേ. എല്ലാവരും ഓടുകയാണ്. ഇപ്പം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതിലെത്ര ഹർജിയുണ്ട്? ഒരുപാട് ഹർജികളുണ്ട്. എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ 3-4 പേരുണ്ട്. അറിഞ്ഞുകൂടാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. വാർത്തയാവാത്ത കേസുകളും ഉണ്ടാവാം. രാമജന്മഭൂമി കേസ് 36 ഹർജികളായിരുന്നു സുപ്രീം കോടതിക്ക് മുമ്പിൽ. സുപ്രീം കോടതി ഫൈനലി പറഞ്ഞു, ഈ ഒറിജിനൽ കേസിലെ പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചറപറ വക്കീലന്മാർ എണീറ്റ് നിൽക്കുന്നു ഇൻ്റർവീനിങ് ആപ്ലിക്കേഷനുമായിട്ട്. അതെല്ലാം സുപ്രീം കോടതി അനുവദിച്ചു. അത് തന്നെ 13-14 ഉണ്ട് എൻ്റെ ഹർജിയുടെ പുറത്ത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ജഡ്ജിമാർ ഇത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ സ്വീപ്പിംഗ് ഒരു സ്റ്റേ കൊടുക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഹിന്ദു സമാജം ഓർഗനൈസ്ഡായിട്ടും കാൽക്കുലേറ്റഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ നേതാവാകും, പത്രത്തിൽ പേര് വരും എന്ന് വിചാരിച്ച് പോകരുത്. ഞാനിപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു ഹിന്ദു ആവശ്യത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമെങ്കിലും ആയിട്ടുണ്ട്, 6-ൽ കൂടുതലായിട്ടുണ്ട്. ഞാനത് നിർത്തി. കാര്യം എന്താണെന്നറിയാമോ, ഈ പാരലൽ പെറ്റീഷൻസ്, പാരസെറ്റിക് പെറ്റീഷൻസ്, എൻ്റെ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രിയിൽ നിന്ന് സുനിൽ സംഘടിപ്പിക്കും. അതിൻ്റെ പാരഗ്രാഫ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട്, പ്രയറൊന്നും മാറ്റിയിട്ട് സുനിലിൻ്റെ ഹർജിയായിട്ട്. സുനിലിന് മീഡിയയിൽ സ്വാധീനമുണ്ട്. ഇപ്പോൾ സുനിലിൽ ഹർജി ഫയൽ ചെയ്തു എന്ന് പറഞ്ഞ് വാർത്ത വരും. ഇത് കഴിഞ്ഞ് സുനിൽ മൈൻഡ് ചെയ്യില്ല. ഞാൻ ബുദ്ധിമുട്ടി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ വിധി അനുകൂലമായിട്ട് വരും. പക്ഷേ വടയാർ സുനിലിൻ്റെ കേസിൽ വിധി എന്ന് പറഞ്ഞിട്ട് വടയാർ സുനിൽ TV-ക്ക് മുമ്പിലിരുന്നു. ഈ ഒരു പരിപാടി എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ ഓർത്ത് അതിനകത്ത് ഞാൻ കയറണ്ടല്ലോ, മറ്റുള്ളവർ നടത്തിക്കോട്ടെ, നടത്താൻ താല്പര്യമുള്ളതാണ്. അങ്ങനെ ഞാൻ അത് നിർത്തി. ഇത് സുപ്രീം കോടതിയിലും മറ്റ് ഹൈക്കോടതികളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഹിന്ദു നേതാവാകാനായിട്ട് വെറുതെ ഹർജി കൊടുത്തിട്ട് അത് തള്ളിയാലും വാർത്തയാണ്. അതെ, തള്ളുമ്പോൾ നേതാവാകും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഡെയിലിയുള്ള ഈ കലാപരിപാടി ഇത് നിർത്തിയിട്ട് ഒരു സ്ട്രാറ്റജി വെച്ച് പോവുക എന്നാണ് മോഹൻജി ഭാഗവത് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പുള്ളി വരികയും അത് കംപ്ലീറ്റ് ചെയ്യാതെ ആ പ്രസംഗത്തിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പ്രസംഗത്തിന് സംഭവിച്ച ഒരു കുറവ്. അപ്പോൾ എന്തായി, ഫസ്റ്റ് പാർട്ട് മാത്രം ദിവസവും കേസിന് പോകണ്ട,
അങ്ങനെ ഹിന്ദു നേതാവാകണ്ട എന്നൊക്കെയുള്ളൊരു നെഗറ്റീവ് രീതിയിൽ അത് വന്നു. അത് താമസിയാതെ അത് ക്ലിയർ ചെയ്യപ്പെടും. കാരണം ഈ ആക്ടിവിറ്റി നിന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംഭലിൽ സംഭവിക്കുന്നത് എന്താ? വിചിത്രമായൊരു സംഗതിയാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1947 ഓഗസ്റ്റ് 15 സ്റ്റാറ്റസ് ഏതാണോ അത് ഫ്രീസ് ചെയ്യണം എന്നുള്ളതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഈ 47 ഓഗസ്റ്റ് 15 ശേഷം നടന്ന സംഭവത്തിന് എന്ത് ചെയ്യണം? അത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലില്ല. അതാണ് സംഭലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ക്ഷേത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇതിന് മുകളിൽ മസ്ജിദ് ഇല്ല. നിരപ്പായ സ്ഥലം, വീട്, കട, ഇതൊക്കെയാണ്. ഇതിൻ്റെ അടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അത് ഒന്നും രണ്ടുമല്ല, 19 കിണർ. ആ ഒരു കിണറിൽ വെള്ളമുണ്ട്, മറ്റ് കിണറുകൾ വരണ്ട് കിടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ക്ഷേത്രം. ഇത് സംഭലിൽ മാത്രമല്ല, മൊറാദാബാദിൽ, പ്രയാഗ്രാജിൽ 4-5 സ്ഥലത്ത് UP-യിൽ നടക്കുന്നു. പ്ലെയിൻ ഗ്രൗണ്ട് അല്ലെങ്കിൽ വീട്, അത് ഇതൊക്കെ. വാസ്തവത്തിൽ ഇലക്ട്രിസിറ്റി മോഷണം അന്വേഷിച്ച് പോയിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൽ നിൽക്കുന്നത്. ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുന്നത് പോസ്റ്റ് അടക്കം ഇവരുടെ കോമ്പൗണ്ടിലാകും, പിന്നെ ബിൽഡിങ്ങിലാകും, ബിൽഡിങ്ങിനുള്ളിലാകും. അതിനകത്ത് ട്രാൻസ്ഫോർമർ വെച്ചിട്ട് ഇവർ പ്രൈവറ്റായിട്ട് വൈദ്യുതി വിതരണം നടത്തുകയാണ്. 10 പൈസ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കില്ല. ഇത് പിടിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ഹനുമാൻ്റെ അമ്പലം മൂടി ഹനുമാൻ്റെ പ്രതിമയൊക്കെ വേറെ പ്ലാസ്റ്ററൊക്കെ അടിച്ച് പിന്നെ അതെല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് അവിടെ, അപ്പോൾ അതോടെ അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ പൂജയും സംഗതിയൊക്കെ തുടങ്ങി. ഇപ്പോൾ പുതിയൊരു കേസുമായിട്ട് പോയിട്ടുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ സ്റ്റേയിൽ ഇത് വരുന്നില്ല. സുപ്രീം കോടതി ഈ മസ്ജിദിന് താഴെയുള്ള സാധനങ്ങളെ പറ്റിയാണ് സുപ്രീം കോടതി സ്റ്റേ. ഇത് മസ്ജിദിന് താഴെയല്ല, വിജനമായ ഒരു വിജനം എന്ന് പറയാൻ പാടില്ല, മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു അമ്പലം പൂട്ടിക്കിടക്കുന്നു. അതിന് 4 ചുറ്റും മുസ്ലിങ്ങളുടെ കടയും സംഗതിയൊക്കെയാണ്. അതിനുള്ളിൽ ഈ സാധനമുണ്ട്, ഇടയ്ക്കുന്ന് കാണാം. അത് തുറന്നു കിട്ടണം. ഇപ്പോൾ അതിനുള്ള നടപടികളാണ്. ഇപ്പം ഇങ്ങനെ 47 ഓഗസ്റ്റ് 15 ശേഷം നടന്ന മഹാപാപങ്ങളുണ്ടല്ലോ, അത് റെക്ടിഫൈ ചെയ്യാൻ ആർക്കും തടസ്സമില്ല. പക്ഷേ അവിടെ അതൊക്കെ അത്തരം മഹാഭാവങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ എവിടെയായിരുന്നു? എന്ത് ചെയ്യാനാ? അടിച്ചോടിച്ചു. 1978 സംഭലിൽ ഏകദേശം 400ഓളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള സ്ഥലത്തുമൊക്കെ ആരെത്ര കൊല്ലപ്പെട്ടു ഓടിപ്പോയി, എന്തറിയാം, ആർക്കറിയാം, ഓടിപ്പോയി. ഇതൊക്കെ സംഭവിച്ചു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ചാനലുകളില്ല, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പത്രങ്ങളുടെ അത് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ അന്ന് RSS എവിടെ പോയി? വിശ്വ ഹിന്ദു പരിഷത്ത് എവിടെ പോയി? ഈ ചോദ്യം ഞാൻ പലപ്പോഴും എന്നോടൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഇപ്പോഴുള്ള RSS BJP ഈ സംവിധാനം ഉണ്ടല്ലോ, ഇതുണ്ടായിട്ട് അധികകാലമായില്ല. ഈ 2014 മോദി പ്രഭാവത്തിൽ ഒരു പ്രോ ഹിന്ദു വികാരം ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ ധരിക്കുന്നത് 2014 ഉണ്ടായിരുന്ന ആ ശക്തി 1925 മുതൽ RSSന് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു. വാസ്തവത്തിൽ 4-7 പേരേ ഉള്ളൂ. എന്ത് ചെയ്യും? കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അധികാരത്തിൽ വരുമ്പോൾ RSS എവിടെയായിരുന്നു? ഇല്ലായിരുന്നു. എൻ്റെ സുനിലെ ചേർത്തലയിൽ ഒരു ശാഖ കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 കിലോമീറ്റർ ദൂരെ എൻ്റെ ഗ്രാമമായ ഒളയപ്പിലാണ് അടുത്ത ശാഖ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബസ് വന്നു. അതാണ് അന്നത്തെ അവസ്ഥ. കൂടുതൽ നടക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് 1964-65 കാലഘട്ടമാണ്, അല്ലാതെ 1925 പോലും അല്ല. ദിസ് വാസ് ദ സിറ്റുവേഷൻ. വളരെ ബുദ്ധിമുട്ടി ഒരുപാട് പേര് കൂടി മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവന്ന സംഘടനയാണ് RSSും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം. അവരത്ഭുതങ്ങൾ അന്ന് സൃഷ്ടിക്കാഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ എന്താ പറയുക? 1975 RSS നിരോധിക്കപ്പെട്ടു. ഭൂരിഭാഗം RSSകാരും ജയിലിലായി, തല്ല് കൊണ്ട് അവശരായി, ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായി. അടിയും കൊണ്ട് പ്രവർത്തിക്കാൻ എത്ര പേരെ കിട്ടുമെന്നാണ് വിചാരം? ജയിലിൽ പോകാനും ജോലി മിസ്സായും DI ആരംഭിച്ചിട്ടൊക്കെയാണ് ആൾക്കാരെ ജയിലിലിട്ടത്. 19 മാസം 21 മാസം. അതിൻ്റെ കൂടെ തല്ലുകയും എത്ര പേരുടെ ആരോഗ്യം തകർന്നു. അതിനുശേഷം 1980 അത് ജനതാ പാർട്ടിയായിട്ട് ലയിച്ചു, ഭാരതീയ ജനസംഘം. എന്നിട്ടാണ് അധികാരത്തിൽ വന്നത്.
ആ സമയത്തോ അതിന് തൊട്ട് മുമ്പോ ഒക്കെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, സമ്പലിലും മറ്റും. എന്ത് നിയന്ത്രണം ആർക്കുണ്ടായിരുന്നു എന്നാണ്. നിർണായകമായ വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും, ചെയ്യാവുന്നത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ അന്നുള്ള ആൾക്കാരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. സാഹചര്യങ്ങളെല്ലാം എതിര് നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിസ്സഹായനായപ്പോൾ ഒന്നും ചെയ്യാതെ നോക്കും. പരിമിതികളുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ ഷോക്ക്ഡായിട്ട് നിന്നു പോകും. ദുർബലാവസ്ഥയിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ത്രാണിയില്ലായിരിക്കാം. ഇതൊക്കെ മനുഷ്യ സഹജമായ വികാരങ്ങളാണ്. അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് അത് ശരി, അങ്ങനെ വിട്ടുകൊടുത്തതല്ലേ, ഇനി പോട്ടെ എന്ന് വയ്ക്കാനും പറ്റുമോ? പറ്റില്ല. അല്ല, അങ്ങനെ വെക്കണമെന്ന് സർസംഘചാലകൻ പറഞ്ഞു എന്നൊരു ഫീലാണ് പൊതുവിലുണ്ടാവുന്നത്. അതെ, ആ ഫീല് അദ്ദേഹം തന്നെ മെല്ലെ മാറ്റി. വല്ലാത്തൊരു നിരാശയും വന്നിട്ടുണ്ട് പലരും. നിരാശയൊന്നും വന്നിട്ടില്ല, പക്ഷേ അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. അത് വേണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പെർസ്പെക്റ്റീവ് ഇതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ആ ഒരു ഇത് തെറ്റാനും പോകുന്നില്ല. ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, എനിക്ക് RSSനെ പറ്റി ഒരു ധാരണയുണ്ട്. ആ ധാരണ ശരിയാണെങ്കിൽ സ്ലോലി ഇതിൻ്റെ ഒരു ബാലൻസിങ് വരും. ഉചിതമായ സമയത്ത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ പ്രസ്താവനയുടെ കണ്ടിന്യൂവേഷനായിട്ട് അദ്ദേഹം പറയേണ്ട കാര്യം പറയാതെ പ്രസംഗമാണ്, എക്സ്റ്റെംപോറാണ്, മാറിപ്പോയി, അടുത്ത പോയിന്റിലേക്ക് കടന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറയാതെ വെച്ച കാര്യം അദ്ദേഹം പ്രസംഗമൊക്കെ നേരത്തെ തയ്യാറാക്കുന്നതല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ആണ്ടിലൊരിക്കലുള്ള വിജയദശമി പ്രസംഗം അത് നേരത്തെ തയ്യാറാക്കുന്നതാണ്. അത് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള 3-4 പേരെ കാണിച്ച് അവർ പറയുന്ന ചില അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, ചിലത് വേണ്ടാന്ന് വയ്ക്കുക, ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് വിജയദശമി പ്രസംഗം. അതല്ലാതെയുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം എക്സ്റ്റെംപോറായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ TG പറയുന്നത് ഉചിതമായ സ്ഥലത്ത് സർസംഘചാലകൻ്റെ ഉചിതമായ ഒരു ക്ലാരിഫിക്കേഷൻ വരും. ഞാൻ പറയട്ടെ, ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് RSS ആണ്. നിങ്ങൾ പറയുന്ന 110 കുറ്റങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു. ബട്ട് ആ കുറ്റങ്ങളോട് കൂടി ഈ സംഘടന മാത്രമേ നിങ്ങളെ സംരക്ഷിക്കാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് നിങ്ങൾക്ക് അവരെ പ്രാകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ തിരിച്ചൊന്നും പറയില്ല. ബട്ട് ആ പ്രാക്ക് അവരർഹിക്കുന്നുമില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോരായ്മകളോട് കൂടിയാണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏക സംഘടന അവരാണ്, സംഘപരിവാറാണ്. ആ ഒരു അലവൻസ് നിങ്ങൾ അവർക്കും കൊടുക്കണം. അല്ലാതെ ഒരു വാക്കിൽ പിടിച്ചിട്ട് അങ്ങ് മോഹൻജി ഭാഗവത്തിനെ ഇല്ലാതാക്കിയിട്ട് ഞാനങ്ങ് ഇത് ശരിയാക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കാൻ പോകുന്നില്ല. മോഹൻജി ഭാഗവത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രസംഗം തെറ്റിയെന്ന് വെച്ചു, സോ വാട്ട്? ഇനി സർസംഘചാലകനെ അനുസരിക്കാത്ത ഇൻസിഡൻസ് ഞാൻ പറയാം. വിമോചന സമരം, അന്ന് സർസംഘചാലക ഗുരുജിയാണ്. ഗുരുജി വാസ് അഗൻസ്റ്റ് ദാറ്റ്, കേരളത്തിലെ വിമോചന സമരം. പക്ഷേ കേരളത്തിലെ RSS വിമോചന സമരത്തിൽ പങ്കെടുത്ത ആകെ 4-3-7 പേരേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ സ്റ്റേജിട്ട് പ്രസംഗിച്ച് പോയി കഴിയുമ്പോൾ, ചേട്ടാ സ്റ്റേജ് പൊളിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു ചെറിയ യോഗം നടത്തട്ടെ, ശരി വേഗം വേണം കേട്ടോ. RSS ആകെ 15 പേരേ ഉള്ളൂ. RSSും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായിട്ട് പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകും. കോൺഗ്രസിൻ്റെ സ്റ്റേജാണ്, കാശുമില്ല കയ്യിൽ, ആളുമില്ല, എന്ത് ചെയ്യും? ബട്ട് ഈ അവസ്ഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുജി ഒരു അഭിമുഖത്തിൽ പറയുന്നു, അവിടെ നടക്കുന്നത് ശരിയല്ല. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ ബലം പ്രയോഗിച്ച് താഴെ ഇറക്കാനായിട്ട് ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത് ശരിയല്ല. ഗുരുജി ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ആയിരുന്നു. ഗുരുജിയുടെ പോയിന്റ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇവിടെ ഇത് ചെയ്തു പോയി. ഗുരുജിയാണെങ്കിൽ ഈ ഫത്വ ഇറക്കി അതങ്ങ് ആ സ്വഭാവം അന്നും RSSനില്ല, ഇന്നുമില്ല. ഇത് പല തവണ ഇത് ചെയ്തിട്ടുണ്ട്. ഈ സർസംഘചാലകം ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം ഞാൻ പറയാം. 92 ഈ പറഞ്ഞ അയോധ്യ സംഭവം. ആ സംഭവത്തിൻ്റെ സമയത്ത് RSSൻ്റെ സർക്കാർ HV ശേഷാദ്രി അദ്ദേഹമാണ് മൈക്കിലൂടെ പറയുന്നത്,
ഞാൻ HV ശേഷാദ്രി പറയുന്നു ഇറങ്ങടാ താഴെ നിന്ന്. ഇറങ്ങിയില്ല ഇവർ. ശേഷാദ്രിജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഇത് പൊളിച്ചു. അതിൽ സ്വയം സേവകരും സാധാരണ ഹിന്ദുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കേട്ടില്ല. കേൾക്കാഞ്ഞത് വലിയ ഷോക്കായി പോയി എന്ന് പിന്നീട് പ്രൊഫസർ രാജേന്ദ്ര സിംഗ് രാജു ഭയ്യ സൺഡേ ഒബ്സർവറിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. എനിക്കതിൽ ഖേദമുണ്ട്. കേരളത്തിൽ വന്നപ്പോൾ ആ ചോദ്യം ചോദിച്ച് ഞാനാണ് സ്വയം സേവകർക്ക് ഓപ്പണായിട്ട് ചോദ്യങ്ങൾ എഴുതി കൊടുക്കണം. നേരത്തെ എഴുതി കൊടുത്തതിൽ ആദ്യത്തെ ചോദ്യമായിട്ട് എടുത്തത് എൻ്റെയാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചാൽ എണീറ്റ് നിൽക്കണം, അദ്ദേഹത്തിന് കാണണം ആരാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങ് ഖേദം പ്രകടിപ്പിച്ചത് എന്തിനാണ്? അദ്ദേഹം അക്ഷോഭ്യനായിട്ട് എന്നോട് പറഞ്ഞു, ബ്രേക്ക് ഇട്ടാൽ നിൽക്കുന്നൊരു വണ്ടിയാണ് RSS എന്ന് ഞാൻ വിചാരിച്ചു. HV ശേഷാദ്രി പറഞ്ഞിട്ട് RSSകാർ നിർത്തിയില്ല, ബാക്കിയുള്ളവർ നിർത്താത്തതിൽ എനിക്ക് വിഷമമില്ല. അവർ ആവേശത്തിൽ വന്ന ഹിന്ദുക്കളാണ്. ബട്ട് എത്ര ആവേശം കയറിക്കഴിഞ്ഞാലും സ്വയം സേവകൻ സർക്കാർ വാക്ക് പറയുന്നത് കേൾക്കണം. അത് കേൾക്കാഞ്ഞത് എനിക്ക് വലിയ പ്രയാസമുണ്ടായി. ആ ഖേദമാണ് ഞാൻ സൺഡേ ഒബ്സർവറിൽ എഴുതിയത്, പറഞ്ഞത്. ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ദിസ് വാസ് ഹിസ് ആൻസർ. സ്വയം സേവക്സ് ഡിഡ് നോട്ട് ലിസൺ ടു ദ ലീഡേഴ്സ്, സുപ്രീം ലീഡർ. അദ്ദേഹത്തിന് ജയ് വിളിച്ചുകൊണ്ട് ജോലി തുടർന്നു. സർക്കാർ വാഹ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സർക്കാർ വാഹ്. സർസംഘചാലക് നോമിനേഷനാണ്. സർക്കാർ വാഹ് റിയൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആൾ. കൃത്യം വോട്ടെടുപ്പൊന്നും നടക്കുന്നില്ലെങ്കിലും അഖില ഭാരതീയ പ്രതിനിധി സഭ കൂടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വാഹ് സർസംഘചാലക് നോമിനേഷനാണ്. അപ്പോൾ സർക്കാർ വാഹ് ഫലത്തിൽ ജനാധിപത്യ രീതിയിൽ RSSലെ ഏറ്റവും വലിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സർക്കാർ വാഹാണെന്ന് പറയേണ്ടി വരും. ആ സർക്കാർ വാഹിൻ്റെ വാക്കാണ് തട്ടിക്കൊണ്ട് പ്രവർത്തിച്ചത്. പ്രവൃത്തിയോടെ എല്ലാവർക്കും യോജിപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് നിർത്തുമെന്ന് പറയുമ്പോൾ നിർത്തണ്ട്. ബ്രേക്ക് ഇട്ടാൽ നിൽക്കുന്ന വണ്ടിയല്ലേ RSS. ഇതാണ് സംഘസ്തഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ബി ദ പ്രൊവൊക്കേഷൻ അവിടെ നിൽക്കണം. കാരണം അച്ചടക്കം ഒരു യുദ്ധത്തിന് ഏറ്റവും ആവശ്യമാണ്. കമാൻഡർ നിങ്ങളോട് സ്റ്റോപ്പ് ഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫയർ നിർത്തണം. ഇല്ല സാറേ ഇവനെ അടിച്ച് താഴെ ഇട്ടിട്ടേ ഞാനുള്ളൂ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു സംതൃപ്തിയോ കയ്യടിയോ കിട്ടിയേക്കാം. ബട്ട് ലാർജർ സ്ട്രാറ്റജിയിൽ അത് തോൽവിക്ക് കാരണമാകും. ഈ ലാർജർ പിക്ചർ ഉള്ളത് നിങ്ങളുടെ മേലധികാരിക്കാണ്, നിങ്ങൾക്കല്ല. ബട്ട് ഇതുപോലെ സ്വയം സേവകരെ അനുസരിക്കാത്ത സന്ദർഭം ആ സമയത്ത് എന്ത് ചെയ്തു? ആ സ്വയം സേവകരെ മുഴുവൻ RSS നിന്ന് നോട്ടീസ് അടിച്ച് പുറത്താക്കി. ഒന്നും ചെയ്തില്ല. യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അവരും അല്ലാതെ ശരി കഴിഞ്ഞു, ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സർസംഘചാലക് പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാ സ്വയം സേവകന്മാരും എല്ലാം നിർത്തിയിട്ട് തൂമ്പയും കളയും ഒക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോയി ഉറങ്ങാൻ പോകണം, അങ്ങനെയും അർത്ഥമാക്കേണ്ട. ദർ വിൽ ബി എക്സ്പ്ലനേഷൻസ്. ഇതെല്ലാം ഉണ്ടാവും. ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹിന്ദു ഉണർവുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, അതിന് ഒരു നിയന്ത്രണവും അച്ചടക്കവും ദിശാബോധവും വേണം. അല്ലാതെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവരുത്. അതാണ് ഈ ഹിന്ദു നേതാവാകാനായിട്ട് പലരും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്ന് നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ നടക്കുന്ന ബഹളത്തിൽ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഓടിപ്പോയിട്ട് വേണ്ട അതിനും ചെയ്യുക, പോലീസ് കേസ്. അവർക്ക് വേറെ ലക്ഷ്യങ്ങളും ഉണ്ടാവും ചിലർക്കെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒറീസ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി, അദ്ദേഹമാണ് ഇതിൻ്റെ എക്സാമ്പിൾ. അദ്ദേഹം ഹിന്ദു സംഘടനകളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരാതി എന്നെ അറിയിക്കണം, ഞാൻ നടപടിയെടുക്കും. നിങ്ങളായിട്ട് സംഘർഷം ഉണ്ടാക്കരുത്. സംഘർഷം ഉണ്ടാക്കിയാൽ ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്കെതിരെ സമരം ചെയ്യേണ്ടി വരും. ഇത് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ച് നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് തർക്കം നടക്കും. ഈ കലാപരിപാടി ചെയ്യരുത്. നിങ്ങൾ എനിക്ക് വാട്സാപ്പ് നമ്പറും കൊടുത്തവർക്ക് ഈ വാട്സാപ്പിൽ നിങ്ങൾ കാണുന്ന എന്ത് പോഗ്രത്തരമായിക്കോട്ടെ ഹിന്ദുവിനെതിരെയുള്ളത് അതിലേക്ക് വാട്സാപ്പ് ചെയ്യുക, ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. ഇത് യോജിക്കുമില്ലേ ഉത്തർപ്രദേശിൽ? ഉത്തർപ്രദേശിൽ ഇതിലും കൂടുതൽ ഹിന്ദു സംഘടനകളുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇതെല്ലാം ഇവരെയും കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. കാരണം നിങ്ങൾ ഒരച്ചടക്കവും ഇല്ലാതെ, വാസ്തവത്തിൽ ഇതേ ഉള്ളൂ, അതിന് വാളെടുത്തവൻ വെളിച്ചപ്പാടാകുന്ന അവസ്ഥയില്ലാതെ ഒരു അച്ചടക്കത്തിൽ പോകണം. ഇത്രയും ആഗ്രഹിക്കുന്നുള്ളൂ. അത് വഴിയേ അത് ക്ലിയർ ആയിക്കോളും. നമുക്ക് കാത്തിരിക്കാം. യെസ്. പുതിയ വർഷത്തിൽ
അധികം വൈകാതെ ക്ലാരിഫിക്കേഷൻ വന്നാൽ വലിയ സന്തോഷമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.